മണലൂർ ഹൈലെവൽ കനാലിലെ വെള്ളം മുഴുവനും വന്നുചേരുന്ന ഏനാമാവ് റെഗുലേറ്റർ ഫേസിലെ വഞ്ചിക്കടവിൽ നിറഞ്ഞുകിടക്കുന്ന കുളവാഴയും ചണ്ടിയും നീക്കം ചെയ്യാൻ ആധുനിക രീതിയിലുള്ള ഡ്രഡ്ജർ എത്തി. കേരളത്തിൽ ആദ്യമായാണ് ഇത്തരമൊരു യന്ത്രം ഉപയോഗിച്ച് കുളവാഴയും ചണ്ടികളും നീക്കം ചെയ്യുന്നത്. ബോട്ട് പോലെ ഇത് വെള്ളത്തിലൂടെ നീങ്ങും, കരയിലും പ്രവർത്തിപ്പിക്കാം. കർണാടക ഷിരൂരിലെ മണ്ണിടിച്ചിൽ അകപ്പെട്ട് ഗംഗാവലി പുഴയിൽ മുങ്ങിപ്പോയ കോഴിക്കോട് സ്വദേശി അർജുന്റെ ലോറിയെടുക്കാൻ ഈ യന്ത്രം തൃശൂരിൽ നിന്ന് എത്തിക്കാൻ ശ്രമിച്ചുവെങ്കിലും പുഴയിലെ ഒഴുക്ക് ശക്തമായതിനാൽ കൊണ്ടുപോയില്ല. തുടർന്നാണ് പുഴയ്ക്കൽ ശോഭ സിറ്റി ഭാഗത്ത് നിന്ന് ഏനമാവ് റെഗുലേറ്ററിലേക്ക് വരുന്ന 100 അടി വീതിയുള്ള ഫേസ് കനാലിലെ കോട്ടച്ചാൽ ഭാഗത്തെ ചണ്ടിയും കുളവാഴയും നീക്കം ചെയ്യാൻ 3 ദിവസം മുമ്പ് ഡ്രഡ്ജർ ഇറക്കിയത്. ഈ കനാലിലെ അടാട്ട്, അരിമ്പൂർ, ചാലാടി, പുത്തൻകോൾ പാടം, ത്രിവേണി സംഗമം എന്നിയിടങ്ങളിലെ തടസ്സങ്ങൾ നീക്കിയാണ് ഇന്നലെ വൈകിട്ട് വഞ്ചിക്കടവിൽ എത്തിയത്. 6 മീറ്റർ നീളമുള്ള 2 കാലുകളിൽ വെള്ളത്തിൽ ഉറപ്പിച്ചു നിർത്തി 180 ഡിഗ്രിയിൽ തിരിക്കാവുന്ന ഹിറ്റാച്ചി രീതിയിലുള്ള ബക്കറ്റിൽ കുളവാഴയും ചണ്ടിയും മറ്റു മാലിന്യങ്ങളും കോരിയെടുത്ത് കരയിലിടുകയോ തട്ടിയൊഴിക്കുകയോ ചെയ്യുന്നതാണ് ഈ രീതി. കനാലിലെ തടസ്സങ്ങളും മറ്റും പുഴയിലെ മണ്ണ് മാറ്റി ആഴം കൂട്ടും. ഇതിനു പുറമെ പുതിയ തോട് നിർമ്മിക്കും. തരിശായി കിടക്കുന്ന പാടത്ത് ചാലുകളും ബണ്ടുകളും നിർമ്മിക്കുകയും ചെയ്യും. RKY പദ്ധതിയിൽ നിന്നും VS സുനിൽകുമാർ മന്ത്രിയായിരുന്ന കാലത്താണ് ഡ്രഡ്ജർ വാങ്ങാൻ തീരുമാനിച്ചത്.